ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. ഈരാറ്റുപേട്ടയെ കുറിച്ചുള്ള മോശമായിട്ടുള്ള പോസ്റ്റുകളും കമന്റുകളും മാത്രമാണ് വരുന്നത്. ഞാനൊരു ഈരാറ്റുപേട്ടക്കാരിയാണ്. ഞാൻ ഈരാറ്റുപേട്ടക്കാരിയാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ മോശമായി പറയുന്നവർക്ക് ഈരാറ്റുപേട്ടയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഈരാറ്റുപേട്ടയെ കുറിച്ച് മോശമായി പറയാൻ പാടുള്ളൂ. ഈരാറ്റുപേട്ട എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു 10 ദിവസം വന്ന് ഈരാറ്റുപേട്ടയിൽ താമസിച്ചു നോക്കുക. അപ്പം ഈരാറ്റുപേട്ടക്കാരുടെ സ്നേഹവും സംരക്ഷണവും എന്താണെന്ന് നിങ്ങൾ അറിയും. ഈരാറ്റുപേട്ടക്കാരെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? തീവ്രവാദികൾ, വർഗീയവാദികൾ എന്നൊക്കെ. ഈരാറ്റുപേട്ടക്കാർ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ഒറ്റ മനസ്സോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ പലരും നോക്കി നോക്കി പോകുന്നത് കാണാം. ആക്സിഡന്റ് സംഭവിച്ച വണ്ടിയും ആളും അവിടെ കിടക്കും. പക്ഷെ ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിലാണെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ ആൾക്കാരെല്ലാം ഓടിക്കൂടി അവരെ എത്രയും പെട്ടെന്ന് ഒരു മനസ്സോട് തന്നെ ഹോസ്പിറ്റലിൽ എത്തി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ്. അത് ഞങ്ങൾ കണ്ടറിഞ്ഞും അനുഭവിച്ചറിയുന്നതുമാണ്. അതുപോലെ ഈരാറ്റുപേട്ടക്കാർ വർഗീയവാദികളാണെന്ന് ആദ്യം പറഞ്ഞുണ്ടാക്കിയത് PC ജോർജ് ആണ്. അത് ഞങ്ങൾ പുച്ഛിച്ചു തള്ളിയ ആൾക്കാരാണ് ഈരാറ്റുപേട്ടക്കാർ. ഏതൊരാളും എന്തു സഹായം ചോദിച്ച് ഈരാറ്റുപേട്ടയിൽ വന്നാലും അവർ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ, പാർട്ടി വ്യത്യാസമില്ലാതെ കൊണ്ടും ഒരേ മനസ്സോടുകൂടി അവർക്ക് വേണ്ട എന്തൊരു സഹായവും ചെയ്തു കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ പല നാടുകളിലും വന്നവർക്ക് ഈരാറ്റുപേട്ടക്കാർ ഒത്തൊരുമിച്ച് എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർ ആ വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. എന്നാൽ ഈരാറ്റുപേട്ടക്കാർക്ക് പറയത്തില്ല, നിങ്ങൾ ഈരാറ്റുപേട്ടക്കാരല്ല, ഞങ്ങൾ സഹായം ചെയ്യില്ല എന്ന്. അങ്ങനെയുള്ള ആൾക്കാരല്ല ഈരാറ്റുപേട്ടക്കാർ. പിന്നെ ഒരു അസുഖം ബാധിച്ചൊരു സഹായം ചോദിച്ചു വന്നാൽ അവർക്ക് വേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് ഈരാറ്റുപേട്ടക്കാർ 2-3 ദിവസം കൊണ്ട് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും ഈരാറ്റുപേട്ടക്കാർ ചെയ്ത നന്മകളല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈരാറ്റുപേട്ടക്കാരെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? പിന്നെ ആ ചേട്ടൻ ആക്സിഡന്റിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനു മുമ്പും അതിനു ശേഷവും ഉണ്ടായ കാര്യങ്ങൾ കൂടി പോസ്റ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ആരും ആരെക്കുറിച്ചും വിലയിരുത്തരുത്. പിന്നെ ആ കുട്ടികൾക്ക് പകരം അവിടെ ഒരു പട്ടിയായിരുന്നു വട്ടം ചാടിയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടേനെ. അപ്പോൾ ആ വണ്ടിയുടെ ബാക്കിൽ അടുത്ത വണ്ടി വന്ന് ഇടിച്ചേനെ. അപ്പോൾ ഈ ചേട്ടൻ ആരോട് പരാതിപ്പെട്ടേനെ? ആരെ കുറ്റപ്പെടുത്തിയേനെ? ചാടിയ പട്ടിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തേനെയോ? അതും കൂടെ ഒന്ന് പറയണം. അല്ലാതെ ഈരാറ്റുപേട്ടക്കാരെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിക്കണം. ഇങ്ങനെ ഒന്ന് ഓലപ്പാമ്പ് കാണിച്ചാൽ ഈരാറ്റുപേട്ടക്കാർ തളരില്ല. അവര് ചങ്കൂറ്റത്തോടെ തന്നെ മുമ്പോട്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇനിയും മുമ്പോട്ട് തന്നെ പോകും. അത് ഈരാറ്റുപേട്ടക്കാരെ തളർത്താനാകില്ല മക്കളെ നിങ്ങൾക്ക്. അതുകൊണ്ട് ഈരാറ്റുപേട്ടക്കാരെ വെറുതെ ചൊറിയാൻ വരണ്ട. അതുപോലെ തന്നെ കുറെ കമന്റുകൾ കിടക്കുന്ന കണ്ടു, ഈരാറ്റുപേട്ടക്കാരുടെ കയ്യിൽ നിന്നും വണ്ടിക്കച്ചവടം ചെയ്യാൻ കൊള്ളത്തില്ല, അവര് പറ്റിക്കുമെന്ന്. എന്റെ ഹസ്ബൻഡ് 4 വീലർ ഡീലറാണ്. വർഷങ്ങളായിട്ട് പുള്ളി വണ്ടിക്കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലുമുണ്ട്. ഇതുവരെ ഒരു പരാതി കേൾക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്